പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. പൂനെയിലായിരുന്നു അന്ത്യം. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി പോരാടിയ വ്യക്തിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു അന്ത്യം? ലിജിന് ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ സംബന്ധിച്ച പരിസ്ഥിതി മേഖലയിൽ ഇത്രയധികം നിർണായക നീക്കങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്ത വേറൊരു വ്യക്തി ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല, കേരളം ഗോവ മുതൽ ഇങ്ങോട്ട് പശ്ചിമഘട്ട മേഖലയുമായി പ്രധാനമായും ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിന്റെ നിലപാടുകൾ നിർണായകമാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പൂനെയിൽ ജനിച്ച അദ്ദേഹം പിന്നീട് പല വിഷയങ്ങളിലും ബിരുദാനന്തര ബിരുദമൊക്കെ എടുക്കുകയും അതിനുശേഷം ബംഗളൂരുവിൽ പഠിക്കാൻ എത്തുന്നു. അവിടെ ബിരുദം എടുക്കുകയും അവിടെ പഠിപ്പിക്കാനായി എത്തുകയാണ് ചെയ്തത്. അവിടെ വെച്ച് അദ്ദേഹം അവിടെ ഒരു പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അന്ന് മുതൽ തന്നെ പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട നിർണായക ഇടപെടലുകൾ നടത്തി തുടങ്ങുകയായിരുന്നു മാധവ് ഗാഡ്ഗിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്നിങ്ങോട്ട് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള ചില നിർണായക നീക്കങ്ങൾ നടക്കുകയും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തു എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ട കാര്യം. പിന്നീടാണ് 2010 ഇത്തരത്തിലൊരു കമ്മിറ്റി, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി വരുന്നത്. ആ കമ്മിറ്റി 14 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ രൂപം നൽകുന്നു. അതായത് പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് ഈ നടക്കേണ്ടത്, എന്താണ് അവിടുത്തെ സാഹചര്യം, ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച വിശദമായൊരു പഠന റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത് തന്നെയായിരുന്നു ആ നീക്കം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ 14 അംഗ സമിതി രൂപീകരിക്കുന്നു. ആ സമിതിയാണ് പിന്നീട് പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഏതൊക്കെയാണ് പരിസ്ഥിതി ലോല മേഖലകൾ എന്ന് കണ്ടെത്തുകയും അത് സംബന്ധിച്ച അതിരുകൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. പശ്ചിമഘട്ടം പൂർണ്ണമായും സംരക്ഷിക്കുകയും ഒപ്പം തന്നെ നിലവിൽ ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ അത് പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക എന്നു തന്നെയായിരുന്നു ആ സമിതിയുടെ ഉദ്ദേശം. അങ്ങനെ 2011 സെപ്റ്റംബറിൽ ആ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പക്ഷെ ആ റിപ്പോർട്ടിന്മേൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ മേഖല തിരിച്ച ഏത് മേഖലകളിൽ എത്രത്തോളം ഖനനങ്ങൾ നടത്താം, എത്രത്തോളം ആളുകൾക്ക് കയറി ചെല്ലാൻ കഴിയും, ഏതൊക്കെ തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്താം തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി അക്കാര്യത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഒരു സർക്കാരുകളും അക്കാര്യത്തിൽ ഒരു നിർണായക തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായില്ല. ഒടുവിൽ ആ റിപ്പോർട്ടിന്റെ അകത്ത് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഡൽഹി ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. അങ്ങനെ പൗരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആ റിപ്പോർട്ട് സംബന്ധിച്ച് 552 പേജുള്ള മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ആ റിപ്പോർട്ടുകൾ ലഭ്യമാണ്. അതിനുശേഷം ഇങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട മറ്റു നീക്കങ്ങളും ഇല്ല. കേരളത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് ഈ പരിസ്ഥിതി ലോല മേഖലകളിൽ ഇപ്പോൾ നടത്തുന്ന കയ്യേറ്റങ്ങൾ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. അത് ഉണ്ടാക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അതിനൊരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ജീവനോടെ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് നമുക്ക് വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തം, അതിനു മുമ്പുള്ള മറ്റ് പുത്തുമല അടക്കം വിവിധ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളൊക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ തന്നെയാണ്. ആ വാക്കുകൾ നിലവിൽ ഈ പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കൃത്യമായി പഠിച്ചതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ആ വാക്കുകൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ അതിനുശേഷം പിന്നീട് അതായത് ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 14 താലൂക്കുകളെ 3 തരം പരിസ്ഥിതി ലോല സോണുകളായി തിരിച്ചുകൊണ്ടായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. പിന്നീട് വലിയ തരത്തിലുള്ള പ്രതിഷേധം കേരളത്തിലടക്കം മുന്നോട്ട് വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. തുടർന്ന് കസ്തൂരിരംഗൻ, അതായത് ഈ റിപ്പോർട്ട് അതിൽ കുറെ കൂടി ലഘൂകരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരുന്നു. പക്ഷെ ആ റിപ്പോർട്ടിലും ഈ സമാനമായ ചില സാഹചര്യങ്ങൾ വരുന്നു. പക്ഷെ അതിലും പ്രതിഷേധം ഉണ്ടാകുന്നു. പക്ഷേ എടുത്തു പറയേണ്ടത് അന്ന് എന്താണോ ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ ഹരീഷ് വാസുദേവൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഹരീഷ്, ഈ പശ്ചിമഘട്ടത്തിന്റെ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിയോഗത്തോട് പ്രതികരിക്കുക? ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുടെ മുൻഗണനയിലാണ്, 1ാം നിരയിലാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന്റെ സ്ഥാനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം പരിസ്ഥിതി രംഗത്തിന് നൽകിയ സേവനങ്ങൾ അത്ര വലുതാണ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി രംഗത്തെ ഏറ്റവും വലിയ അവാർഡ് കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ പത്മഭൂഷൺ കിട്ടിയതുകൊണ്ടോ അല്ല
ഞാനിത് പറയുന്നത് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പരിസ്ഥിതി ശാസ്ത്രത്തോട് അങ്ങേയറ്റം കടപ്പാടുള്ള, അതിൽ ആത്മാർത്ഥതയുള്ള, അതിൽ സർക്കാരുകളുടെ മുഖമോ കൊടിയുടെ നിറമോ ഒന്നും നോക്കാതെ തന്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള, അതിനുവേണ്ടി നിന്നിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം UPA സർക്കാരിന്റെ അഡ്വൈസറായി പ്രവർത്തിക്കുന്ന സമയത്ത് ശക്തമായി വാദിച്ചതിന്റെ പേരിലാണ് നമുക്കിന്ന് ജൈവ വൈവിധ്യ നിയമം പോലെയുള്ള നിയമങ്ങൾ പാർലമെന്റിൽ പാസ്സായിട്ടുള്ളത്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ അതീവ പരിസ്ഥിതി മേഖലകൾ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനു വേണ്ടി തന്റെ ജീവിതത്തിലുടനീളം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ്. ശാസ്ത്രത്തെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് എങ്ങനെ പരിസ്ഥിതി സംരക്ഷണം സാധ്യമാക്കാനാണ് അദ്ദേഹം തന്റെ ജീവിതകാലം ഉടനീളം ശ്രദ്ധിച്ചത്. അദ്ദേഹം അതിന് സർക്കാരുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയില്ല എന്നുള്ളിടത്താണ് അദ്ദേഹത്തിന്റെ മഹത്വം. അദ്ദേഹം സ്ഥാനമാനങ്ങൾ വലിച്ചെറിയുകയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറഞ്ഞതിന്റെ പേരിൽ. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ ഒരു ഘട്ടത്തിൽ സർക്കാരിനോട് നേർക്കുനേർ നിന്ന് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുകയും അതിന്റെ പേരിൽ മറ്റ് സ്ഥാനമാനങ്ങൾ ഒഴിവാക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള വ്യക്തിത്വം പോവുക എന്ന് പറയുന്നത്, നമ്മളെ വിട്ടുപോവുക എന്ന് പറയുന്നത് സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ല, ലോകത്തിന് തന്നെ ഇത്തരം മാതൃകകൾ വളരെ കുറവായ ഒരു കാലത്ത്, പ്രത്യേകിച്ച് ആരവല്ലി പോലെയുള്ളത് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലത്ത് വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത്. ശ്രീഹരീഷ്, ഒരു കാര്യം കൂടി, ഈ 2018 പ്രളയത്തിന് ശേഷം നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മുടെ മുൻപിൽ മനസ്സിൽ വരുന്ന ഒരു പേരാണ് മാധവ് ഗാഡ്ഗിൽ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്, അതിന് വലിയ വർഷങ്ങളൊന്നും വേണ്ട, അന്ന് നിങ്ങൾ മനസ്സിലാക്കും ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നതൊക്കെ. അതുപോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരു വ്യക്തിയാണ് നമുക്കിപ്പോൾ നഷ്ടമാവുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം കേവലം ഒരു വിയോഗം എന്ന് നമുക്ക് പറഞ്ഞു വെക്കാനും സാധിക്കില്ല. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളിലുടനീളം അദ്ദേഹം വളരെ കർക്കശമായി പാലിച്ചു പോകുന്നത് ശാസ്ത്രത്തിന്റെ രീതികളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷമാണ് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ കവളപ്പാറ പോലെയുള്ള പ്രദേശങ്ങൾ, മേപ്പാടി പോലെയുള്ള പ്രദേശങ്ങൾ അദ്ദേഹം പേരെടുത്ത് 2010 അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടുകളിൽ പേരെടുത്ത് എഴുതിയ പ്രദേശങ്ങളാണ്. അന്ന് കേരളത്തിലോ ഇന്ത്യയിലുള്ള ആളുകൾക്ക് മേപ്പാടി എന്ന പ്രദേശം അറിയുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അത് വളരെ വ്യക്തമായിട്ട് ഇത്തരം പ്രദേശങ്ങൾ അതീവ പരിസ്ഥിതി ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 2010 മുതൽ 2015 വരെ കേരളത്തിൽ പലയിടങ്ങളിലും നടന്ന് ആളുകൾക്കിടയിൽ സംസാരിക്കുകയും പ്രസംഗിക്കുകയും അവരോട് സംവദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് പശ്ചിമഘട്ടം വലിയ പ്രതിസന്ധി നേരിടുന്നു, അതിന്റെ പരിണിതഫലം അനുഭവിക്കുന്നത് ജനങ്ങൾ നേരിട്ടായിരിക്കും, കുടിവെള്ളത്തിന്റെ രൂപത്തിലും അല്ലെങ്കിൽ ദുരന്തത്തിന്റെ രൂപത്തിലും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഘാതം കുറയ്ക്കുന്ന നടപടികൾ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് നമ്മൾ പിന്നീട് പല രൂപത്തിൽ കാണുകയുണ്ടായി. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തോട് കേരളം ഒരു ഘട്ടത്തിൽ മാപ്പ് പറയുക കൂടെ ചെയ്തു നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാർക്കശ്യമുണ്ടായിരുന്ന ഈ വിഷയത്തിൽ കാർക്കശ്യമുണ്ടായിരുന്ന ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. തീർച്ചയായിട്ടും അത് ഒരുപാട് ചോദ്യങ്ങൾ ഇനി അവശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗം. ശരി, വളരെയധികം നന്ദി ശ്രീ ഹരീഷ് പ്രതികരിച്ചതിന്. കെ പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ നിലപാടുകൾ മാത്രമല്ല, ഈ എല്ലാ വശവും പഠിച്ചതിന് ശേഷം, എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അത് കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവഗാഹം എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. മാത്രമല്ല, വരാൻ പോകുന്ന സമയങ്ങളിൽ കേരളത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക, പശ്ചിമഘട്ടം നശിപ്പിച്ചാൽ ഏതൊക്കെ തരത്തിലത് പ്രകൃതിക്ക് ദോഷകരമാകും, മനുഷ്യനത് ദോഷകരമാകും എന്നതൊക്കെ തന്നെ കൃത്യമായി പഠിച്ച് അത് അവതരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്തായാലും ഒരു ഘട്ടത്തിലെങ്കിലും കേരളം അദ്ദേഹത്തോട് അല്ലെങ്കിൽ ഒരു വിഭാഗമെങ്കിലും അദ്ദേഹത്തോട് പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തമൊക്കെ നമ്മൾ കണ്ടപ്പോൾ വീണ്ടും നമ്മൾ ചർച്ച ചെയ്ത ഒരു പേര് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത്. ലിജിൻ, തീർച്ചയായും, അതായത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നിലപാടുകൾ മുന്നോട്ട് വെച്ച സമയത്ത് തന്നെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ പരിസ്ഥിതി സ്നേഹികളായ ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ് കേരളം. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴും സാധാരണ ജനവിഭാഗങ്ങൾ അതിനെ ആ രീതിയിൽ കണ്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അദ്ദേഹം വെച്ച ചില നിർദ്ദേശങ്ങളിലൂടെ ആ സമയത്ത് നടപ്പാക്കുന്നതിലുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങളാണ് സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വെച്ചതെങ്കിൽ പോലും അത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രമല്ല, ആ മേഖലയിലാകെ തന്നെയുള്ള ഒരു സംരക്ഷിത മേഖലയാണ്. ആ പ്രദേശങ്ങളിലാകെയുള്ള ജനജീവിതത്തെ പിന്നീട് സംരക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
അതിൽ അദ്ദേഹം നമുക്കറിയാം ഇടുക്കിയിലടക്കം പല സ്ഥലത്തും ഉരുൾപൊട്ടലും വലിയ പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് തന്റെ റിപ്പോർട്ടിനെ എതിർത്തു, ആ എതിർത്ത ആളുകൾ ഇപ്പോഴും സുഖമായി ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറിച്ച് താൻ എന്താണോ ആരെയാണ് അത് ബാധിക്കുമെന്ന് പറഞ്ഞത്, ആ ബാധിച്ച ആളുകൾ ഇപ്പോഴും മണ്ണിലടിയിലാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അങ്ങനെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇത് കൃത്യമായി അറിയാമായിരുന്നു. അത്രയധികം അതുമായി ജൈവ വൈവിധ്യ മേഖലയിലുള്ള ശാസ്ത്രജ്ഞനും കൂടിയാണ്. അദ്ദേഹത്തിന് അറിയാം ഏത് തരത്തിലാണ് ജീവജാലങ്ങൾക്കിടയിൽ പ്രകൃതിയിൽ വിള്ളലുകൾ ഉണ്ടാവുക എന്ന് വളരെ കൃത്യമായി പഠിച്ച ശേഷമാണ് ഇത്തരമൊരു റിപ്പോർട്ട് 552 പേജുള്ള റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചത്. അതിന്റെ വിശദാംശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അതിൽ പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കുകയോ അത് ഏതൊക്കെ തരത്തിൽ നടപ്പിലാക്കാം എന്ന് പോലും ഒരു ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ആ ഘട്ടത്തിൽ പരിശോധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എടുത്തു പറയേണ്ടത് കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില നിലപാട്, പശ്ചിമഘട്ടം പ്രളയകഥ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആ കഥയിൽ തന്നെ അതിന് പേരിടാൻ തന്നെ കാരണം എത്രത്തോളം ആഴത്തിൽ അദ്ദേഹം പശ്ചിമഘട്ടത്തെ അടുത്തറിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതിനുശേഷം നമ്മൾ കേരളത്തിലേക്ക് നോക്കും. കേരളത്തിൽ ഉണ്ടായി വന്ന ഈ പരിസ്ഥിതി പ്രവർത്തകരായി നിൽക്കുന്ന ഇപ്പോഴത്തെ ആളുകൾ ഒരു കഴിഞ്ഞ തലമുറയിലാണെങ്കിലും ഈ തലമുറയിലാണ് ഉള്ള ആളുകളുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിൽ തന്നെയാണ്. അവരെല്ലാവരും ഉയർത്തി കാണിച്ചതും അവരുടെ ഒരു പാത തെളിച്ചതും ഒക്കെ മാധവ് ഗാഡ്ഗിലാണ്. നമുക്കറിയാം CPIയുടെ അകത്തുണ്ട്, കോൺഗ്രസിന്റെ അകത്തുണ്ട്, CPM അകത്തുണ്ട്, ഒരുപക്ഷെ ഇടതുപക്ഷക്കാരായ നിരവധി ആളുകളും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ VM സുബീറിനെയൊക്കെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ പരിസ്ഥിതി മേഖലകളിലേക്കും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയൊക്കെ തന്നെ വളരെ കൃത്യമായി ഊന്നി പറയുമ്പോൾ അതിനൊക്കെ തന്നെ കരുത്ത് പകർന്നതൊക്കെ തന്നെ മാധവ് ഗാഡ്ഗിലാണെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന നിരവധിയായ വിഷയം, ഇപ്പോൾ ആരവല്ലി വിഷയം നിലനിൽക്കുന്നു, ആരവല്ലിയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ നിൽക്കുന്നു. ആ ഘട്ടത്തിൽ അതായത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട തന്നെയാണ് ആരവല്ലിയുടെ ഭാഗം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്കറിയാം പ്രശാന്ത് ഒരു നിമിഷം പ്രശാന്തിലേക്ക് വരാം. ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീധർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീധർ രാധാകൃഷ്ണൻ, നമുക്ക് രാവിലെ തന്നെ വളരെ ദുഃഖകരമായ വാർത്തയാണ്. ഈ പശ്ചിമഘട്ട സംരക്ഷണം അതിനുവേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മാധവ് ഗാഡ്ഗിൽ വിട പറഞ്ഞിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലവും ഒക്കെ അനുസ്മരിക്കുക? എനിക്ക് തോന്നുന്നു ഈ ചില കാലങ്ങളിൽ നമുക്ക് ഈ നമ്മളെ രക്ഷിക്കാനൊക്കെ വരുന്ന ചില ഈ നമ്മൾ പറയുന്ന ജന്മം എടുക്കും എന്നൊക്കെ പറയുന്നത്, അവതാരം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു മനുഷ്യനാണെന്ന് വേണം പറയാൻ. കാരണം ആ സമയത്ത് കേരളം ഒട്ടും തന്നെ അന്ന് നമുക്ക് ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ച് നമ്മളന്ന് സൈലന്റ് വാലി ഇതിനെക്കുറിച്ചായാലും അന്ന് ഡാമുകൾ, പാത്രക്കടവ് ഡാം ഉണ്ടാക്കാൻ നോക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സമയം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് ജയറാം രമേശ് പരിസ്ഥിതി മന്ത്രി ആയിരിക്കുമ്പോൾ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെ ചെയർമാൻ ആക്കിക്കൊണ്ട് വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡോക്ടർ VS വിജയനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ. അപ്പോ ആ സമിതി ശരിക്കും ഇതിന്റെ നമ്മുടെ കേരളത്തിന്റെ നിലനിൽപ്പ് ഒരു ലൈഫ് ലൈൻ ആണ് ഈ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സാമൂഹികമായി പാരിസ്ഥിതികമായിട്ടും ഒക്കെ തന്നെ പഠിച്ചിട്ടാണ് ഈ വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ആ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ വെറും റിപ്പോർട്ടായിട്ട് ഇത് നിൽക്കാതെ ഈ ടീം തന്നെ കേരളത്തില് എല്ലാ പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ഇതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാനും ഇത് എന്തുമാത്രം ഡീസെൻട്രലൈസ്ഡ് ആയിട്ട്, അതായത് ജനകീയമായിട്ട് ജനങ്ങളോട് ചർച്ച ചെയ്ത് വേണം നടപ്പാക്കാനെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചെങ്കിലും മലയാളികൾക്ക് ഇത് മനസ്സിലായില്ല എന്നുള്ളതാണ്. മലയാളികൾക്കെന്ന് പറയുമ്പോൾ മലയാളികളെ റെപ്രസെന്റ് ചെയ്യുന്ന അന്നത്തെ രാഷ്ട്രീയക്കാർക്ക്, മുഖ്യമന്ത്രി അടക്കമുള്ള അന്ന് ഉണ്ടായിരുന്ന ആർക്കും തന്നെ ഇത് മനസ്സിലായില്ല എന്നും കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഘമാണെന്നും ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അതിന്റെ വക്താവാണെന്നൊന്നും ആർക്കും മനസ്സിലായില്ല. അന്ന് അദ്ദേഹത്തെ എന്തുമാത്രം തെറിവിളിച്ച സംസ്ഥാനമാണെന്ന് ഇന്ന് നമ്മൾ തിരിഞ്ഞു നിന്ന് ഓർക്കണം എന്നാണ് എൻ്റെ ഒരു ഇന്ന് എനിക്ക് വേദനയോടെ സങ്കടത്തോടെയും പറയാനുള്ളത്. കാരണം നമ്മൾ തള്ളിക്കളഞ്ഞ റിപ്പോർട്ടാണ് കേരളം, നമ്മൾ സ്വീകരിച്ച റിപ്പോർട്ടല്ല ഇത്. നമ്മളെ രക്ഷിക്കാൻ വന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും കേരളത്തിന് കിട്ടാമെന്ന് വെച്ച് ഏറ്റവും നല്ല ലൈഫ് ലൈൻ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞ ഒരു സംസ്ഥാനമാണ്. അനുസ്മരിക്കുമ്പോൾ നമ്മൾ അത് ഓർത്തുകൊണ്ട് വേണം ചെയ്യാൻ. ഇന്ന് നമുക്ക് സങ്കടം ഉണ്ടാവും, നാളെ നമ്മൾ പിന്നെയും ഈ രാജ്യത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു പോകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. എനിക്കത് ഇന്നത്തെ ദിവസം അതങ്ങനെ തന്നെ പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇന്ന് ഓർമ്മിക്കുമ്പോഴത്തേക്കും PT തോമസ് എന്ന് പറയുന്ന
പരിസ്ഥിതിക്ക് വേണ്ടി ശക്തമായി നിന്ന, അതേപോലെ വി എം സുധീരൻ, അതേപോലെ ഇടതിലും വലതിലും താങ്കൾ പറഞ്ഞ നേരത്തെ വാദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അതിനകത്തും ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന. മുല്ലക്കരയെ എനിക്ക് ഓർമ്മയുണ്ട്, ഇതുപോലെ ശക്തമായി ഇതിനു വേണ്ടി വാദിച്ചവർ, ബിനോയ് വിശ്വം ഇതിനു വേണ്ടി വാദിച്ചവരുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാം തന്നെ ഒറ്റപ്പെടുകയും അന്ന് അസംബ്ലിയിൽ പി ടി തോമസ് മാത്രമാണ് ഇറങ്ങിപ്പോയി പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തത് ഞാൻ ഇന്ന് ഓർക്കുന്നു. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇത്ര ലളിതമായി ജീവിച്ച് ഇത്രയും നമ്മൾക്ക് ഇന്നും ആ റിപ്പോർട്ട് നമ്മൾ എടുത്ത് പഠിക്കുകയും അതിന് എങ്ങനെയാണ് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്നതെന്നും അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ വെസ്റ്റേൺ ഗാട്സിന്റെ നെറുകെ തന്നെ തുരന്നുകൊണ്ട് നമ്മൾ ടണൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന പ്രദേശത്ത് തന്നെ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിൽ ആ പ്രദേശം തൊടാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സസെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വൾനറബിൾ റീജിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഇദ്ദേഹത്തെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സംസ്ഥാനമായിട്ട് അനുസ്മരിക്കണം, നമ്മൾ അദ്ദേഹത്തിനെ ഓർക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം നമ്മളുടെ മുന്നിൽ തന്ന വഴി നമ്മൾ അതിലൂടെ തന്നെ നടക്കാൻ ശ്രമിക്കണം. ആ റിപ്പോർട്ട് നമ്മൾ ഒന്നുകൂടെ വായിക്കണം, അത് നടപ്പാക്കാൻ ശ്രമിക്കണം. ആ രീതിയിൽ തീർച്ചയായിട്ടും ശ്രീധർ രാധാകൃഷ്ണൻ അത് തന്നെയാണ്. എന്തായാലും അദ്ദേഹം 2011 ഇത്തരത്തിൽ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘം പഠനം നടത്തുന്നത്. അതിനുശേഷം ആ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ 2018 പ്രളയത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ പ്രകൃതിക്ഷോഭങ്ങൾക്ക് ശേഷമാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കൂടുതൽ അംഗീകരിക്കുന്നതും ആളുകൾ അതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ചതും, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കിയതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തീരാനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹം രാജ്യം വിവിധ ആദരവ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ ബഹുമതികളൊക്കെ നൽകി ആദരിച്ച ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നായിരുന്നു പൂനെയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്.